കരിങ്കോഴിൻ്റെ കുഞ്ഞാണിത്. ഇതിൻ്റെ ബാക്ക് ടെയിലൊക്കെ എപ്പോഴും ഇങ്ങനെ പൊങ്ങിയിരിക്കും. അതാണ് മയിൽപ്രാവ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ മാത്രം വേറെ വെറൈറ്റി കളർ കയറി വരും. വൈറ്റിലാണെങ്കിൽ ബ്ലാക്ക് കയറി വരുന്നുണ്ട്. അതിൻ്റെ കഴുത്തിൽ വന്നിട്ട് ദാണ്ട് ഈ ബൗൾ പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ പൗഡർ എന്ന് പറയും. ഇതൊരു ബലൂണ് പോലെ എപ്പോഴും ഇങ്ങനെ വേർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കും. നമുക്കിങ്ങനെ ഇത് ഫുള്ള് എയറാണ്, നമുക്കിതിനെ പുതുക്കി കളയാം. അതുകൊണ്ട് ഈ പൗഡറിനൊക്കെ ആണെങ്കിൽ 6000-7000 മേളിലുണ്ട്. കുഞ്ഞിനൊക്കെ ആണെങ്കിൽ 10,000 മേളിൽ വിലയുണ്ടായിരുന്നു. കോഴിത്തീറ്റ മാക്സിമം കുറച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം നിൽക്കുന്നതെല്ലാം HF ജേഴ്സി ക്രോസ് ആണില്ല. പാലക്കാട് ഭാഗത്തെല്ലാം കത്തിക്കാലം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഹൈറ്റും പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഈ ടെയിൽ ക്വാളിറ്റി ഉണ്ടോ. ഇപ്പോൾ വളർത്താൻ സ്ഥലവും നോക്കാൻ സമയമുള്ളവർ മാത്രമാണെങ്കിൽ ഇതിനൊക്കെ ഇറങ്ങാൻ പാടുള്ളൂ. കാരണം ഇതൊക്കെ ജീവനുള്ള സാധനങ്ങളാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഹെയർ ക്വാളിറ്റിയൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഇതിപ്പോൾ ഇമ്പോർട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ വന്നിരുന്നാൽ നമുക്ക് സന്തോഷമാണ്. നമ്മൾ ഫ്രീ സമയങ്ങളിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും മൂഡൗട്ടായി ഇരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് ഇതിനൊക്കെ ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് തീറ്റയൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സൊന്ന് സന്തോഷമാകും. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. എല്ലാവരുടെ കാര്യമൊന്നുമല്ല പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇവരെയൊക്കെ നോക്കുന്ന ചിലവ് ഇവരിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ പേര് വന്നിട്ട് മനു എന്നാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര പെരിങ്കലുള്ള വില്ലേജിൽ മാരായമുട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ ഇതെൻ്റെ വീടാണ്. എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേളിലാണ് ഇതിപ്പോൾ ഇവിടെ മേളിലാണ് ചെയ്തിരിക്കുന്നത്. കോഴിയാണ് ഇവിടെ മേളിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കോഴികളുണ്ട്, കുറച്ച് പ്രാവാണ്. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കോഴിയാണ് ചെയ്തിട്ടുള്ളത്. മേളിൽ കരിങ്കോഴിയുണ്ട്, നമ്മുടെ പോരിൻ്റെ കോഴിയാണ് ഇവിടെ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫാൻസി പീജിയനാണ്, നമ്മളെ ഫാൻസി പ്രാവുകളില്ലേ, നാടൻ പ്രാവാണ്. പിന്നെ വീടിൻ്റെ താഴെ വന്നിട്ട് കുറച്ച് പശുക്കളുണ്ട്. പിന്നെ കുറച്ച് ഡോഗുണ്ട്, ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട കുറച്ച് ഡോഗുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ കരിങ്കോഴിയില്ലേ, കരിങ്കോഴിൻ്റെ കുഞ്ഞാണിത്. ഇത് വന്നിട്ട് ഒരു 2-3 ദിവസമായിട്ടേ ഉള്ളൂ. എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഇത് നമ്മുടെ ഇപ്പോൾ നിലവിലൊരു 6 കുഞ്ഞുങ്ങളേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ഇവിടെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഇതാ നിൽക്കുന്നില്ലയോ, ഇതിൻ്റെ പേരൻസിനൊക്കെ താഴെയുണ്ട്. പീജിയൻസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഫാൻസി പ്രാവുകളാണ് നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്നത് ഇവിടെ. ഇതിൽ നമ്മൾ ഇത് ആദ്യം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡറാണ്. പ്രാവുകളിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവുകളിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ പ്രാവുകളാണ് ഈ പൗഡർ എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രില്ലാണ്, ഷീൽഡ് ഫ്രിൽ എന്ന് പറയും. ഇതിപ്പോൾ വൈറ്റാണ്. നമ്മളതിൽ ഇതിൻ്റെ വേറൊരു ഇതും കൊണ്ടുണ്ട്, ബ്രൗൺ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 2 പേരാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. പിന്നെ വന്നിട്ട് അമേരിക്കൻ ഫാൻഡയിലാണ്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മയിൽപ്രാവ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട 2 ജോഡിയുണ്ട്. അത് നമുക്കിവിടെ ഇപ്പോൾ 2 പേർ നമുക്കിപ്പോൾ എഗ്ഗ് ചെയ്താണ് ഇരിക്കുന്നത്. ഇത് വന്നിട്ട് മുഖിയാണ്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി കളറുകളുണ്ട് നമുക്കിവിടെ. ഇപ്പോൾ നമ്മുടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിൽവർ കളറാണ് ഇവിടെ കിടപ്പുള്ളത്. പിന്നെ ഇതിൻ്റെ പല കളറുണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ അമേരിക്കൻ ഫാൻഡയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മയിൽപ്രാവ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെയിലാണ് കൂടുതലും. നമ്മുടെ മയിലിനെ പോലെ ബാക്കില്ല, ഇതിൻ്റെ ബാക്ക് ടെയിലൊക്കെ എപ്പോഴും ഇങ്ങനെ പൊങ്ങിയിരിക്കും. അതാണ് മയിൽപ്രാവ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഫ്രില്ലാണിത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് വൈറ്റാണ്. ഇതൊരു സാൻഡിൽ കളറാണ്. ഇപ്പോൾ കണ്ട അത് എഗ്ഗ് ചെയ്തിരിപ്പുണ്ട്.
ഇതിൻ്റെ തന്നെ പല കളറുണ്ട്. നമുക്ക് ബ്ലാക്ക് ഉണ്ട്, ഷീൽഡ് വരും. ഇതിൽ ഷീൽഡ് എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ കളർ ഈ ഷീൽഡ് വരുന്നില്ലയോ, ഇതിൽ മാത്രം വേറെ വെറൈറ്റി കളർ കയറി വരും. വൈറ്റിലാണെങ്കിൽ ബ്ലാക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ പല പല കളറുണ്ട് ഇതിൽ തന്നെ. ഇത് വന്നിട്ട് പൗഡറാണ്. ഇതിൻ്റെ പൗഡറിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലയോ, അതിൻ്റെ കഴുത്തിൽ വന്നിട്ട് ഈ ബൗൾ പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ പൗഡർ എന്ന് പറയും. ഇതൊരു ബലൂണ് പോലെ എപ്പോഴും ഇങ്ങനെ വീർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കും. നമുക്കിങ്ങനെ ഇത് ഫുള്ള് എയറാണ്, നമുക്കിതിനെ പുതുക്കി കളയാം. പിന്നെ നമുക്കിങ്ങനെ വീർപ്പിക്കുകയും ചെയ്യാം. അതിൻ്റെ വായിലൂടെ ഇങ്ങനെ വീർപ്പിക്കുകയും ചെയ്യാം. പിന്നെ എപ്പോഴും അതിനെ ഇതുമാതിരി ഇങ്ങനെ പൗട്ട് ചെയ്ത് വെച്ചിരിക്കും. അതിനാണ് നല്ല. ഇത് വൈറ്റാണ്, ഇതിൽ തന്നെ ബ്ലാക്ക് ഉണ്ട്. ഇത് പോം പൗഡർ എന്നാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ പേര് വന്നിട്ട്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഇണക്കമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഫാൻറ്റയിലൊക്കെ ഉണ്ടല്ലോ, ഫാൻറ്റയിൽ ഫ്രില്ല് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും നല്ല ഫ്രണ്ട്ലിയാണ്. ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും കയ്യിൽ വെച്ചൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവുകളും നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിക്കോളും. ഈ പ്രാവിനോടൊരു കൗതുകം തോന്നാനുള്ള കാരണം എന്താണ്? എൻ്റെ കുഞ്ഞിനാളിൽ എൻ്റെ വീട്ടിൽ ഇവിടെ പണ്ട് മുതലേ പ്രാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യ സമയങ്ങളിലൊക്കെ നാടൻ പ്രാവുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പറത്തിൻ്റെ നാടൻ്റെയൊക്കെ. ആ സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇതേപോലുള്ള ഫാൻസി പ്രാവുകളൊക്കെ മേടിക്കാനായിട്ട് ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഒരു സമയത്തൊക്കെ. കാരണം ആ കൊറോണ സമയത്തൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് ഈ പൗഡറിനൊക്കെ ആണെങ്കിൽ 6000-7000 മേളിലുണ്ട്. അതുമാതിരി ഈ അമേരിക്കൻ ഫാൻറ്റയിൽ ഈ ഫ്രില്ലിനൊക്കെ ആണെങ്കിൽ പേരിന് കുഞ്ഞിനൊക്കെ ആണെങ്കിൽ 10,000 മേളിൽ വില ഉണ്ടായിരുന്ന സാധനമാണ്. ഇപ്പോഴൊരു 2000-3000 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. ആ കൊറോണ ടൈമിലൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്രൈസിൻ്റെ പുറത്ത്, നമ്മുടെ ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ കീപ്പ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നല്ല എനിക്ക് പോകുന്നുണ്ട്. പോരിൻ്റെതാണ് ഇത്. ഇത് കണ്ടില്ലോ, ഇതിൻ്റെ ഈ ടെയിൽ ക്വാളിറ്റി കണ്ടില്ലേ ഇതിൻ്റെ. ഇത് വന്നിട്ട് നമ്മുടെ പാലക്കാട് ഭാഗത്തുള്ള കത്തിക്കാലം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 7-8 മാസം പ്രായമായിട്ടേ ഉള്ളൂ. പോരുവിൻ്റെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ഇല്ലേ, കണ്ടില്ലേ, ഇതിൻ്റെ ഹൈറ്റും പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഈ ടെയിൽ ക്വാളിറ്റി ഉണ്ടോ, ഒരു 7-8 മാസമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ വെയിറ്റ് വന്നിട്ട് ഏകദേശം ഒരു 2-3 കിലോ വരും. ഇനി ഇത് വളരാറുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 4-5 കിലോയ്ക്ക് മേളിൽ വെയിറ്റ് വരും ഇതിൽ. ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കോഴീനെ വരുന്ന പോലെ അസുഖങ്ങളൊന്നും കൂടുതൽ വരത്തില്ല. ഈ പോരിൻ്റെത് നമ്മുടെ നാടൻ കോഴികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കണ്ടില്ലായിരുന്നു കരിങ്കോഴിക്കൊക്കെ. ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുട്ടക്കോഴി, അതായത് നമ്മുടെ ബ്രോയിലർ കോഴീനൊക്കെ വരുന്ന മാതിരി അസുഖങ്ങളൊന്നും വരത്തില്ല കൂടുതൽ. ഇപ്പോൾ വളർത്താൻ സ്ഥലവും നോക്കാൻ സമയമുള്ളവർ മാത്രമാണെങ്കിൽ ഇതിനൊക്കെ ഇറങ്ങാൻ പാടുള്ളൂ. കാരണം ഇതൊക്കെ ജീവനുള്ള സാധനങ്ങളാണ്. കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ വന്നിരുന്നാൽ നമുക്ക് സന്തോഷമാണ്. നമ്മൾ ഫ്രീ സമയങ്ങളിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും മൂഡൗട്ടായി ഇരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് ഇതിനൊക്കെ ഒന്ന് ഫുഡൊക്കെ കൊടുത്തിട്ടൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സൊന്ന് സന്തോഷമാകും. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. എല്ലാവരുടെ കാര്യമൊന്നുമല്ല പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇവരെയൊക്കെ നോക്കുന്ന ചിലവ് ഇവരിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു മെയിലാണ്. ഇപ്പോൾ 7-8 മാസമായൊരു മെയിലാണ്. ഇതിപ്പോൾ വളരാൻ കിടക്കുന്ന ഇതേ ഉള്ളൂ. ഇപ്പോൾ വളർന്നിട്ടില്ല. ഏകദേശം ഇതിപ്പോൾ ഒരു 1.5 വയസ്സാകുമ്പോഴത്തേക്കും ഏകദേശം ഇതിൻ്റെ ടെയിൽ ക്വാളിറ്റി ഉണ്ടല്ലോ. ടർക്കിയാണ്. നമ്മുടെ കയ്യിലിപ്പോൾ വൈറ്റും ബ്ലാക്കുമാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ മുട്ടയ്ക്കും കുഞ്ഞും ഇതാണ് നമ്മളിവിടെ കൂടുതലും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, കോഴീനെ പോലെയാണ്. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പം ഇത് മീറ്റിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. ബാക്കി ഇത് ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ടർക്കിയിലും ഫാൻസി വരുന്നുണ്ട്, ബ്രൗൺ കളറ്. ഇപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റും ബ്ലാക്കുമാണ് കൂടുതൽ ചെയ്യണത്. ഈ വൈറ്റ് വന്നിട്ട് നല്ല വെയിറ്റ് വയ്ക്കുന്ന ഇനമാണ് വൈറ്റിൻ്റെത്. കോഴിത്തീറ്റ മാക്സിമം കുറച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ബാക്കി നമ്മുടെ വീട്ടിലെ വേസ്റ്റ്, ബാക്കി ഭക്ഷണത്തിൻ്റെ ബാക്കി വരുന്നില്ല അതും, പിന്നെ ബാക്കി നമ്മുടെ ഇവിടെ ബാക്കി പശുവിൻ്റെതും പ്രാവിൻ്റെതും ബാക്കി അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇവർ ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ബാക്കി കൂടുതലും പച്ചിലകളും അതൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം കൂടുതലായിട്ട്. നമ്മുടെ ഈ പുറത്തു നിന്ന് പൈസ കൊടുത്ത് കോഴിത്തീറ്റ വാങ്ങിച്ച് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലതാണ്. കാരണം നമ്മുടെ അപ്പം തീറ്റ ചിലവ് കുറഞ്ഞിരിക്കും. എല്ലാ കോഴികൾക്കും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ പറയുമ്പോൾ ഇപ്പോൾ BV380 അതിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിത്തീറ്റയ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്നിരുന്നാലേ അത് എഗ്ഗ് ചെയ്യത്തുള്ളൂ, മുട്ട ഇടത്തുള്ളൂ. നമ്മൾ നാടൻ കോഴികൾക്കൊക്കെയാണ് കുഴപ്പമില്ല. നമ്മളെ വീട്ടിലെ വേസ്റ്റും വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ബാക്കിയൊക്കെ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഗ്ഗ് ചെയ്യും. അപ്പം മുട്ട, അതായത്
കോഴിത്തീറ്റ കൊടുക്കാനുള്ളതിന് കോഴിത്തീറ്റ തന്നെ കൊടുക്കണം. പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ മാത്രം ഇപ്പോൾ നമ്മൾ നാടൻ കോഴി വളർത്തുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ബാക്കി സാധനങ്ങളെല്ലാം കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വീട്ടിലെ മുട്ടകളും കിട്ടും. അഞ്ച് പശുക്കളാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്നു, ഒരു 10 പശുക്കളോളം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു 5 എണ്ണവും പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞുമാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം നിൽക്കുന്നതെല്ലാം HF ജേഴ്സി ക്രോസ് ആണല്ല. എല്ലാം മാക്സിമം ഒരു 15-20 ലിറ്ററിനകത്ത് പാല് കിട്ടുന്ന ഇനങ്ങളാണല്ല. ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട ഡോഗാണ് ഇത് വന്നിട്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് ചെയ്യുമ്പോൾ ഹെയറാണ് ഇതിൻ്റെ ഇണക്കം കൂടുതലാണ്. ഇതിപ്പോൾ നല്ല ഇണക്കമാണ്. കാരണം നമ്മുടെ വീടിനകത്തൊക്കെ പെറ്റായിട്ട് ഇട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഡോഗാണിത്. ഇതിപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഹെയർ ക്വാളിറ്റിയൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഇതിപ്പോൾ ഇമ്പോർട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുടിയൊക്കെ നല്ല കോതി നമ്മളിപ്പോൾ കുളിപ്പിക്കണം, ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും കുളിപ്പിക്കണം. മാക്സിമം ആഴ്ചയ്ക്ക് ഒരിക്കൽ കുളിപ്പിച്ച് പിന്നെ ഇതിൻ്റെ ബാക്കി സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ വേറെ അസുഖങ്ങളും സ്കിൻ പ്രോബ്ലം ഒന്നും വരത്തില്ല. പിന്നെ ഇത് മെയിനായിട്ടൊന്നൊരു ഹെയറാണ്. ഹെയർ ഒന്ന് നമ്മൾ കോംബ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും കാണത്തില്ല. കാരണം ജട പിടിക്കും ഇതേ. അമ്മയാണ് ഈ ബാക്കി എൻ്റെ ഇപ്പോൾ കണ്ടില്ലായിരുന്നോ, ഇതിൻ്റെ എല്ലാം മെയിൻ കോഴിയായിരുന്നാലും പശുവായിരുന്നാലും ഇതിൻ്റെ എല്ലാം മെയിൻ നോക്കി നടത്തുന്നതെല്ലാം അമ്മയാണ്. പിന്നെ ഇത് തന്നെ എൻ്റെ ബ്രദറാണ് ബാക്കി എൻ്റെ ഡോഗിൻ്റെ കാര്യങ്ങളും പീജിയൻസിൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ ബ്രദറാണ് നോക്കുന്നത്. ഇതെല്ലാം എൻ്റെ ബ്രദറാണ്. ഇവരൊക്കെയാണ് എൻ്റെ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് എനിക്ക് വേണ്ടി.